വെൽക്കം ബാക്ക് ടു ബിനാസ് ലേണിംഗ് ക്ലാസ്. വെക്കേഷൻ ക്ലാസ്സിൻ്റെ 7ാമത്തെ പാർട്ടാണ്. ക്ലാസ് 7 അല്ല, 7ാമത്തെ പാർട്ടാണ് നിങ്ങളെ. നമ്മൾ വെക്കേഷൻ ക്ലാസ് 1, വെക്കേഷൻ ക്ലാസ് 2 അങ്ങനെ ഓരോ പാർട്ടായിട്ടാണ് നമ്മൾ ഇടുന്നത്. അത് അതിൻ്റേതായ ഓർഡറിൽ തന്നെ വേണം പഠിക്കാൻ കേട്ടോ. 1 പഠിച്ചതിന് ശേഷം 2, 2 പഠിച്ചതിന് ശേഷം 3, അങ്ങനെ ഓരോ പാർട്ടായിട്ട് തന്നെ വേണം നോക്കി വരാൻ കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പഠിക്കുന്നത് വെക്കേഷൻ ക്ലാസ്സിൻ്റെ 7ാമത്തെ പാർട്ടാണ്. അതിനകത്തിൽ മാത്സിൻ്റെ ബേസാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നോക്കൂ കുഞ്ഞുങ്ങളെ, ഇപ്പം നമ്മൾ മാത്സുമായിട്ട് ബന്ധപ്പെട്ട ബേസാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇപ്പം നോക്കി കുഞ്ഞുങ്ങളെ, ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? ഇതിനെ അല്ലേ കുത്ത്, അല്ലെങ്കിൽ ഡോട്ട്, അല്ലെങ്കിൽ പോയിൻ്റ് അല്ലേ, നമ്മൾ എന്താ പറയുന്നത്? പോയിൻ്റ് എന്നല്ലേ, ഇല്ലേ? പോയിൻ്റ് എന്നല്ലേ പറയുന്നത്? അല്ലേ പോയിൻ്റ്, അല്ലെങ്കിൽ നമ്മളെന്ത് പറയും? എ ഡോട്ട് അല്ലേ, ഇതൊരു ഡോട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക? ആൻ എക്സാക്റ്റ് ആന് EXACT എക്സാക്റ്റ് ലൊക്കേഷൻ അല്ലേ. നമ്മളിപ്പം ഇതിപ്പോൾ ഒരു സർക്കിളാണെന്ന് വെച്ചോ അല്ലേ, ഈ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നതിനെ നമ്മളെന്താ ഈ ഒരു കുത്ത് കൊണ്ട് അല്ലേ, ഈ ഡോട്ട് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ഈ ഡോട്ട് എന്ന് ഇതിനെ എന്താ പറയുന്നത്? ഡോട്ട് അല്ലെങ്കിൽ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഓർത്തോണം, ഇതിൻ്റെ പേരെന്താണ്? പോയിൻ്റ് അല്ലെങ്കിൽ ഡോട്ട് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടല്ലോ. ഇനി നമ്മൾ പഠിക്കുന്ന 2ാമത്തത് എന്താണ് നോക്കണേ. എന്നാൽ ഇവിടെ ഞാൻ ചെറുതായിട്ട് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. ഒരു വര വരച്ചിട്ട്, കാരണം ഇത് അറിയാൻ വേണ്ടിയാണ്. അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട് അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ എന്താ അതിന് പറയുന്നത്? ലൈൻ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ലൈൻ കേട്ടോ. അതിൻ്റെ മലയാളം എന്താ പറയുന്നത്? രേഖ. എന്താണ്? രേഖ. എന്ത് ഈ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ചിരി വരുന്നുണ്ടോ? എന്ത് ഈ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് STRAIGHT സ്ട്രെയിറ്റ് പാത്ത് ദാറ്റ് എക്സ്റ്റെൻഡ് EXTEND എക്സ്റ്റെൻഡ് ഫോർ എവർ ഇൻ ബോത്ത് ഡിറക്ഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നുകൂടെ, അതായത് നേരായ പാത എന്ന് നമ്മൾ പറയത്തില്ലേ, നേരായ പാത എന്ന് നമ്മൾ പറയത്തില്ലേ. അതായത് എന്താ? ലൈൻ എന്നാൽ എന്താണ്? നമ്മൾ ഫസ്റ്റ് പഠിച്ച പോയിന്റ്, 2ാമത്തെ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ലൈൻ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തോട്ട് മാത്രമല്ല, അത് 2 ഇടത്തോട്ടും കണ്ടോ ഇങ്ങനെയുള്ളതിനെ എന്താ പറയുന്നത്? ഇത് 1 പഠിക്കുമ്പോൾ 1 മറന്നു പോകല്ലേ, ഇതിനെ ലൈൻ എന്നാണ് പറയുന്നത് കേട്ടല്ലോ. ഇനി 3ാമത് നമ്മൾ പഠിക്കുന്നത് റേ എന്താണ്? എന്താ നിങ്ങളെ? അതായത് ഒരു പോയിന്റിൽ നിന്നും ഒരു വശത്തേക്ക് മാത്രം, ഇത് 2 വശത്തേക്കുമാണ് എടുത്ത് പറയാൻ. ഓക്കെ, ഇത് 2 വശത്തേക്കും ഇതൊരു പോയിന്റ്. നമ്മൾ ടോർച്ച് അടിക്കത്തില്ലേ നിങ്ങളെ? ടോർച്ച് അല്ലേ. ടോർച്ച് എന്താ? അതിൻ്റെ ഒരു നമ്മളിപ്പോൾ ഇത് ടോർച്ചാണെങ്കിൽ അതിൻ്റെ പ്രകാശം തന്നെ ഉണ്ടോ? ഇങ്ങനെ തിരിച്ച് അങ്ങോട്ട് പോകുന്നുണ്ടോ? ഇല്ല അല്ലേ. അങ്ങനെ നമ്മുടെ സൂര്യപ്രകാശം, സൂര്യൻ അവിടെ നിൽക്കുകയാണ്, അതിൻ്റെ പ്രകാശം കണ്ടോ ഇങ്ങനെ പോകുന്നത്. മനസ്സിലായോ? ഇതിനെ നമ്മൾ എന്താ? RAY റേ. അതിൻ്റെ മലയാളം എന്ന് വെച്ചാൽ രശ്മി. എന്താണ്? രശ്മി എന്ന് പറയും കേട്ടോ. രശ്മി. എന്താണ് ഈ രശ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ? ലൈൻ, ഒരു ലൈൻ വെച്ച് കഴിഞ്ഞാൽ വിത്ത് അതിനെന്താണ്? വിത്ത് 1 എൻഡ് പോയിൻ്റ്, ഒരു എൻഡ് പോയിൻ്റാണ്. കണ്ടോ? ഓരോന്നും മനസ്സിലാക്കണേ. ഫസ്റ്റ് ഇത് പോയിൻ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ അത് ലൈന്, ഒരു വശത്തേക്ക് മാത്രമേ ഉള്ളെങ്കിൽ അത് മീൻസ് രശ്മി. എ ലൈൻ വിത്ത് 1 എൻഡ് പോയിൻ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഇവിടെ ഒരു കുത്ത്, ഇതിനെ നമ്മൾ ഡോട്ട് എന്ന് പറയും അല്ലേ. ഈ ഡോട്ടിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുന്നതിനെ ഈ 2 ഡോട്ടുകൾ തങ്ങളിൽ, 2 പോയിന്റുകൾ തങ്ങളിൽ, അതായത് ഞാൻ പറയാം 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരച്ചേ, അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരച്ചേ. അപ്പോൾ നമ്മൾ സ്കെയിൽ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കത്തില്ലേ? അപ്പോൾ നമുക്ക് ആ 0 മുതൽ 4 വരെ എന്ന് പറയത്തില്ലേ? അതിനെ നമ്മൾ എന്താ പറയുന്നത്? ലൈൻ സെഗ്മെൻറ്റ്. ലൈൻ സെഗ്മെൻറ്റ് കേട്ടോ. ലൈൻ സെഗ്മെൻറ്റ്. ഇത് ഈ ലൈൻ സെഗ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, 2 പോയിൻ്റ് അല്ലേ. എ പാർട്ട് ഓഫ് എ ലൈൻ that has 2 end point. 2 end point.
മനസ്സിലാക്കി തന്നെ പോണേ. ഞാൻ 4 എണ്ണം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പോയിന്റ് എന്താണ്, ലൈൻ എന്താണ്, റേ എന്താണ്, ലൈൻ സെഗ്മെൻറ്റ് എന്താണ്. ഓക്കെ ആണല്ലോ? ആ പടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും കേട്ടോ. അടുത്ത നമ്മൾ പഠിക്കുന്നത് എന്താണ് പാരലൽ ലൈൻസ്. എന്താ നിങ്ങളെ അടുത്ത 2, 4, 5-ാമത്തെ അല്ലേ? 5 എന്ന് വെച്ചാൽ പാരലൽ ലൈൻസ്. പാരലൽ ലൈന് അതിൻ്റെ മലയാളം എന്താ? സമാന്തര രേഖ എന്ന് പറയാം കേട്ടോ. സമാന്തര രേഖ 7-ാം ക്ലാസ് കേരള സിലബസിൻ്റെ 1ാമത്തെ ചാപ്റ്ററാണ് ഞങ്ങളെ. നമ്മൾ അതിൻ്റെ ലിങ്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. 7-ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ പാരലൽ ലൈൻസ് ആണ്. നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അഥവാ പുതിയതായിട്ട് വേണ്ടുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ, നമുക്കതിടാം. പാരലൽ ലൈൻസ് എന്ന് വെച്ചാൽ എന്താവും നിങ്ങളിവിടെ? അതായത് നമ്മുടെ ലൈൻസ് ദാറ്റ് വിൽ നെവർ മീറ്റ് എന്ന് വെച്ചാൽ എന്താ? ഒരിക്കലും എന്താ? അവരൊരിക്കലും തമ്മിൽ കൂട്ടിമുട്ടത്തില്ല കേട്ടെ. കൂട്ടിമുട്ടാത്തത് ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ പറയാം, ഇതൊരു ചാപ്റ്ററിൻ്റെ പേരാട്ടോ. കൂട്ടിമുട്ടാത്തത് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഇപ്പം ഞാനിവിടെ ഒരു ലൈൻ വരയ്ക്കാണ്ട് ഇങ്ങനെ കണ്ടോ. ഇതെന്താ നമ്മൾ പഠിച്ചായിരുന്നു? എന്താ? ലൈനാണ് അല്ലേ? ലൈനാണ്, ഇതൊരു ലൈനാണ്. ഇനി ഞാൻ ഇവിടുന്ന് ഒരു 2 സെൻറ്റിമീറ്റർ ഇവിടെ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അത്രയും തന്നെ വേണം. ഇവിടെ ഞാൻ ഇങ്ങനെ പോവുക കണ്ടോ, മനസ്സിലായോ? ഇവർ തങ്ങളിൽ ഇവിടുത്തെ ഇത് നോക്കണം, ഇവിടുത്തെ നോക്കണം ഒരേപോലെ ആണെങ്കിൽ എന്താ? ഇവർ പാരലൽ ലൈൻസ് ആണ്. അതിപ്പോൾ നമുക്ക് മേപ്പോട്ട് ഇങ്ങനെ വേണമെങ്കിലും വരയ്ക്കാണ്ട്. ഇവിടെ നമ്മുടെ റെയിൽവേ ട്രാക്ക് ഉണ്ടല്ലോ, റെയിൽവേ ട്രാക്ക് കണ്ടോ, ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് കണ്ടോ. ഇത് തങ്ങളിൽ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. അങ്ങനെയുള്ള ലൈനെ നമ്മൾ എന്താ പറയുന്നത്? പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര രേഖ എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രണ്ണമായി? 5 എണ്ണമായി. അടുത്ത നമ്മൾ പഠിക്കുന്നത് പെർപെൻഡിക്കുലർ ലൈൻ എന്താണ്? ഓരോന്നിനെക്കുറിച്ചും പഠിക്കണം. പെർപെൻഡിക്കുലർ ലൈൻ എന്ന് വെച്ചാൽ അതിൻ്റെ ലംബം കേട്ടോ. ലംബരേഖ എന്നൊക്കെയാണ് ലംബം എന്ന് പഠിച്ചാൽ മതി. ലംബം എന്താ? ഈ ലംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ലൈൻസ് ദാറ്റ് ഇൻ്റർസെക്റ്റ് ടു ഫ്രം 4 റൈറ്റ് ആംഗിൾ. 4 റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി ഉള്ളതിനെ അല്ലേ നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇവിടെ എത്ര? 90 ഡിഗ്രി അല്ലേ? ഇവിടെ എത്ര? 90 ഡിഗ്രി. ഇവിടെ എത്ര? 90 ഡിഗ്രി. ഇവിടെ എത്ര? 90 ഡിഗ്രി. ഇങ്ങനെ 4 വശവും. ഓക്കെ, റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ. അറിയത്തില്ലെങ്കിൽ ഇപ്പോൾ കേട്ടോ നിങ്ങളെ. റൈറ്റ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 90 ഡിഗ്രി കണ്ടോ. 90 ഡിഗ്രി ഉള്ള ആംഗിളിന് പറയുന്നതാണ് എന്താ? റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, 4 വശവും 4 സൈഡും എന്താണ്? റൈറ്റ് ആംഗിളാണ്. ലൈൻസ് ദാറ്റ് ഇൻ്റർസെക്റ്റ് ടു ഫ്രം 4 റൈറ്റ് ആംഗിൾ. എന്താ? പെർപെൻഡിക്കുലർ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പഠിച്ചല്ലോ. പാരലൽ ലൈൻ പഠിച്ചേ. പാരലൽ ലൈൻസ് എന്ന് വെച്ചാൽ ഒരിക്കലും അവർ കൂട്ടിമുട്ടാതെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നതിനെ പാരലൽ ലൈൻസ് എന്ന് പറയുന്നു. പെർപെൻഡിക്കുലർ ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ 4 വശവും എത്രയാ? 90 ഡിഗ്രി ആയിരിക്കും കേട്ടെ. ഇനി അടുത്തത് ഇൻ്റർസെക്റ്റിംഗ് ലൈനുകൾ. ഓരോന്നിനെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നത്. ഇതെല്ലാം അറിയണം കേട്ടോ. പ്രത്യേകിച്ച് 6-ാം ക്ലാസ് മുതലുള്ളവർ ഇത് നിർബന്ധമായിട്ടും അറിയണം. 6 അല്ല 5 കേട്ടോ. 5-ാം ക്ലാസ് മുതലുള്ളവരുടെ ചാപ്റ്ററുകളാണ് ഇതിൻ്റെയൊക്കെ പേര് കേട്ടോ. ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ്. ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ലൈൻസ് ദാറ്റ് ക്രോസ് ചെയ്യുന്നതിന്. ലൈൻസ് ഇത് നിങ്ങൾ കാണാതെ പഠിക്കുമല്ല, മനസ്സിലാക്കുക. കാരണം ഒരു കണക്ക് തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രോസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടോ, അത് കണ്ട് ഇങ്ങോട്ട് കണ്ടോ, ഒരു ലൈനെ മറ്റൊരു ലൈൻ വന്ന് ക്രോസ് ചെയ്യുക എന്ന് പറയത്തില്ല, കൂട്ടിമുട്ടത്തില്ല. ഇതിനെ ലൈൻസ് ദാറ്റ് ക്രോസ് ചെയ്യും. ഇൻ്റർസെക്റ്റിംഗ് ലൈൻ എന്നാൽ എന്ത് മനസ്സിലായോ? ഇൻ്റർസെക്റ്റിംഗ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻസ് ദാറ്റ് ക്രോസ് കേട്ടോ. ഇനി അപ്പോൾ ഇത്രയും. അപ്പോൾ നമ്മൾ എത്ര എണ്ണം പഠിച്ചു? ഫസ്റ്റ് പോയിന്റ് എന്നാൽ എന്താണ്? നമുക്കിത് കാണുമ്പോൾ ഡോട്ട് അല്ലേ, ഡോട്ട്. ഇനി ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കുക അല്ലേ. ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ രേഖ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു വശത്തോട്ട് മാത്രമേ പോകുന്നുള്ളെങ്കിൽ അത് റേ ആണ് കേട്ടോ, രശ്മി. ഇനി 2 ഡോട്ടുകൾ തങ്ങളിൽ യോജിപ്പിച്ചാൽ
രണ്ട് പോയിന്റുകൾ തങ്ങളിൽ യോജിപ്പിച്ചാൽ അതെന്താ? അത് ലൈൻ സെഗ്മെൻ്റ് ആണ് കേട്ടോ, ലൈൻ സെഗ്മെൻ്റ് ആണ്. പിന്നെയോ പാരലൽ ലൈൻ എന്നാൽ എന്താണ്? പാരലൽ ലൈൻസ് എന്നാൽ എന്താണ് എന്ന് വെച്ചാൽ സമാന്തര രേഖ എന്ന് വെച്ചാൽ നമ്മൾ റെയിൽവേ ട്രാക്ക് ഓർത്താൽ മതി. അത് ഒരിക്കലും എന്താണ് തങ്ങളിൽ ഒരേ അളവായിരിക്കും കേട്ടോ. ഇത് ഇവിടെ എത്രയാണോ അത് തന്നെ ആയിരിക്കും ഇവിടെ. അതുകൊണ്ട് എന്താ അവരൊരിക്കലും കൂട്ടിമുട്ടുന്നില്ല. പെർപെൻഡിക്കുലർ ലൈൻ എന്ന് വെച്ചാൽ എന്താണ്? എന്താ 90 ഡിഗ്രി ഉള്ള 4 സൈഡ് നോക്കിയാൽ 4 റൈറ്റ് ആംഗിൾ 4 റൈറ്റ് ആംഗിളാണ് പെർപെൻഡിക്കുലർ എന്ന് കേൾക്കുമ്പോഴേ ഓർത്തോണം എന്നാണിത് കേട്ടോ, പെർപെൻഡിക്കുലർ ലൈൻ. ഇനി ഇൻ്റർസെക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻ്റർസെക്റ്റിംഗ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ എഴുതുന്നതിനെയാണ് ഇൻ്റർസെക്റ്റിംഗ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? നമുക്ക് അടുത്തതിലോട്ട് കയറാം. എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നൊന്ന് നോക്കിക്കേ. എവിടെയെങ്കിലും സംശയമായിട്ടുണ്ടോന്ന്? ഇല്ലല്ലോ. അഥവാ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ബാക്കെടുത്ത് കാണണ്ടേ, നമുക്ക് പുതിയതായിട്ടുള്ളത് പഠിക്കാം. ഇത് ഇത്രയും ഓക്കെയാണോ? നമ്മൾ മാത്സിൻ്റെ ബേസാണ് എടുക്കേണ്ടത്. 5ാം ക്ലാസ് മുതലുള്ളവരാണ് ഇത് അറിഞ്ഞിരിക്കേണ്ടത്. 4ാം ക്ലാസ്സിലെയും പുതിയ ടെസ്റ്റിനകത്തിലുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല നിങ്ങളെ, എന്നാലും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. കാണുന്നവർ എന്താണെന്ന് ഞാൻ നിങ്ങളിത് മനസ്സിലാക്കാന്നുള്ളത് കേട്ടോ. അടുത്ത നമ്മൾ പഠിക്കുന്നത് ആംഗിളുകളെ കുറിച്ചാണ്. എന്താണ് ആംഗിൾ? എന്ത് ഈ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ANGLE ആംഗിൾ അല്ലേ? ആംഗിൾ എന്ന് വെച്ചാൽ എന്താ? കോണുകൾ. കോണുകൾ എന്താ ഈ കോണുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇപ്പോൾ നമ്മളുടെ വെൻ 2 റേസുകൾ, റേ എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മളിപ്പോൾ പഠിച്ചതാണ്. റേസ് മീറ്റ് ചെയ്യുക അറ്റ് എ കോമൺ എൻഡ് പോയിൻ്റ് അതിന് എന്ത് പേരാണ് പറയുന്നത്? ഈസ് കാൾഡ് ദ വെർട്ടക്സ്. പറഞ്ഞപ്പോൾ ഇത് ഏതാണ്ടൊക്കെ വലിയ സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? എന്താണ് വെൻ 2 റേ എന്ന് വെച്ചാൽ എന്താ പറഞ്ഞേ? ഈ റേസ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞു എന്താ, ഒരു പോയിന്റിൽ നിന്നും അതിങ്ങനെ പോകുന്നതിനെ നമ്മൾ എന്ത് പറഞ്ഞത്? റേസ് അല്ലേ? രശ്മി എന്ന് പറഞ്ഞു. റേസ് ഒരു പോയിന്റിൽ നിന്നും അതിങ്ങനെ ഒരു വശത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനെ നമ്മളെന്താ? റേസ് എന്ന് പറയുന്നു. വെൻ 2 റേസ്. ഇനി ഈ പോയിന്റിൽ നിന്ന് ഒരെണ്ണവും കൂടെ നമ്മൾ അങ്ങോട്ട് വരയ്ക്കുക കണ്ടോ, ഒരെണ്ണവും കൂടെ ആ പോയിന്റിൽ നിന്ന് അങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ എന്താ? 2 റേസ് മീറ്റ് ചെയ്യുക വെച്ചാൽ ഏതാണ്ട് ഇവിടെ അല്ലേ അവർ രണ്ടുകൂടെ ഈ 2 റേയും കൂടെ മീറ്റ് ചെയ്ത് ഇവിടെ അല്ലേ മീറ്റ് പറ്റിയ കോമൺ എൻഡ് പോയിന്റ് അല്ലേ? നോക്കിയേ, ഈ വര ഇങ്ങോട്ടും ഈ വര അങ്ങോട്ടും പോയപ്പോൾ ഇതിനൊരൊറ്റ കോമൺ എൻഡ് പോയിന്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയാം? വെർട്ടക്സ് എന്ന് പറയാം കേട്ടോ. വെർട്ടക്സ് ഓർത്ത് വെച്ചേക്കണം നിങ്ങൾ കേട്ടോ, മറന്നു പോകല്ലേ. അതിനെന്ത് പേരാ പറയുന്നത്? വെർട്ടക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പേര് പറയാം? ഇത് വെർട്ടക്സ്, ഇത് ആംസ് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ആംസ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കണേ. ആംസ് ഇതെന്താ? ഇതൊന്ന് ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കാം. ഈ കോർണർ ഭാഗം, അതായത് നമ്മളിപ്പോൾ ഇത് ഒരു റേ വരയ്ക്കുക. റേ എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ നിന്നും നമ്മൾ ഇങ്ങനെ എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഇങ്ങനെ വരയ്ക്കുന്നതിനെ റേ എന്ന് പറയുന്നു. ആ പോയിന്റിൽ നിന്ന് തന്നെ നമ്മൾ എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം. ഇവിടുന്ന് അങ്ങോട്ടോ ഇവിടുന്ന് ഇങ്ങോട്ടോ ഇല്ലേ? അങ്ങനെ ഒരു റേയും കൂടി കേട്ടോ ഇങ്ങനെ വരച്ചാൽ നമ്മൾ അതിനെ എന്താ പറയുന്നത്? കോൺ അല്ലെങ്കിൽ ആംഗിൾ എന്നാണ് പറയുന്നത്. അപ്പം പിടികിട്ടിയോ? അപ്പം നമ്മൾ ഇതിൻ്റെ ഈ ഭാഗത്തിനെ നമ്മൾ വെർട്ടക്സ് എന്ന് പറയും. ഇതിനെ രണ്ടിനെ നമ്മൾ ആംസ് എന്നും പറയും. ഇതിനെ മൊത്തത്തിൽ നമ്മൾ എന്ത് പറയും? കോണുകൾ അല്ലെങ്കിൽ ആംഗിൾ എന്ന് പറയും. ഓക്കെ ആണോ? അത്രയും മനസ്സിലായോ? ഇനി ഈ കോണുകളുണ്ടല്ലോ, പല തരത്തിലുള്ള കോണുകളുണ്ട് കേട്ടോ. ടൈപ്പ് ഓഫ് ആംഗിൾസ്. ഈ ടൈപ്പ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ആംഗിൾസ് ഏതൊക്കെ തരത്തിലുള്ള ആംഗിൾസ് ഉണ്ട് കേട്ടോ. നമ്മൾ ആംഗിൾ എന്നാൽ എന്തെന്ന് പഠിച്ചു? അതായത് 2 റേസുകൾ അല്ലേ? വെൻ 2 റേസ് മീറ്റ് അറ്റ് എ കോമൺ എൻഡ് പോയിന്റ്. അറ്റ് എ കോമൺ ആയിട്ട് ഒരു എൻഡ് പോയിന്റിലാണ്. അതിനെ നമ്മൾ എന്ത് പേര് പറയും? വെർട്ടക്സ് കേട്ടോ. ഇനി ഈ ഇതിന് അപ്പം എന്തായി? അവിടെ ഒരു ആംഗിളായ 2 റേസുകൾ തമ്മിൽ നോക്കി അവിടെ ഒരു ആംഗിളായി അല്ലേ? ഈ ആംഗിളുകൾ പല തരത്തിലുണ്ട്. നോക്കിയേ, ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലേ? ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, പിന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, പല തരത്തിലുള്ളതുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഓരോ പേരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടൈപ്പ് ഓഫ് ആംഗിൾ, നമുക്ക് ഒന്നാമത്തെ ആംഗിളിനെ നമുക്ക് അക്യൂട്ട് ആംഗിൾ എന്ന് പറയാം. എന്താ കുഞ്ഞുങ്ങളെ? അക്യൂട്ട് ആംഗിൾ എന്ന് പറയാം. അതിനെ നമ്മൾ മലയാളത്തിൽ എന്ത് പറയാം? ന്യൂനകോൺ എന്നൊക്കെ പറയാം കേട്ടോ. എന്താ? അക്യൂട്ട് ആംഗിളിനെ ന്യൂനകോൺ, അതായത് അതിൻ്റെ മെഷർ സ്പെല്ലിങ് പഠിക്കണം കേട്ടോ.
മെഷർ ലെസ് ദാൻ 90 ആയിരിക്കും, ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അതായത് നമ്മുടെ പൊട്രാക്ടർ എടുക്കുക. പൊട്രാക്ടറിൽ 90 ഡിഗ്രി ഒക്കെ അറിയാമല്ലോ. പൊട്രാക്ടർ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊക്കെ അറിയാവേ. നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിനകത്തിൽ അത് ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് പൊട്രാക്ടർ കേട്ടോ. അങ്ങനെ ഒരു സാധനം നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിനകത്തിലുണ്ട്. അപ്പം മേടിക്കുന്ന അന്ന് ഉണ്ട്, 2-3 ദിവസം കഴിയുമ്പോൾ അതില്ല അല്ലേ, സ്വാഭാവികം ഇല്ലയോ. ഇങ്ങനെ ഇരിക്കുന്നതാണ് പൊട്രാക്ടർ. അപ്പോൾ ഈ പൊട്രാക്ടർ എടുക്കുമ്പോൾ അതിൻ്റെ നേരെ കണ്ട് ഇവിടെ ഇങ്ങനെ വരുന്നതാണ് ഈ 90 ഡിഗ്രി എന്ന് പറയുന്നത്. നേരെ നിങ്ങൾ പൊട്രാക്ടർ എടുത്ത് നോക്കിയാൽ അറിയാം, ഇവിടെ ഇങ്ങനെയാണ് 90 ഡിഗ്രി വരുന്നത്. മനസ്സിലായോ? അപ്പം ആ 90യുടെ കണ്ട് ഇത്രയും ഭാഗം, ഇവിടെ ഇത്രയും ഭാഗം എവിടെ വന്നാലും മനസ്സിലായോ നിങ്ങളെ? അതായത് ഇത് നമ്മുടെ പൊട്രാക്ടർ, ഇതിനകത്ത് നമ്മളിങ്ങനെ നിങ്ങളുടെ പൊട്രാക്ടർ എടുത്ത് നോക്കിയാൽ അറിയാം, ഇങ്ങനെ ഓരോ മെഷറും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നേരെ നടുക്കുന്നുണ്ട് ഇവിടെ ഒരു 90 ആണ്. പിന്നെ ഇങ്ങനെ കേട്ടോ, ഇതിപ്പോൾ ഞാൻ റഫായിട്ട് ഇങ്ങനെ മതം കാണിക്കുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരെ ഉണ്ട് ഇതിലെ കൂടെ ഇവിടെ ഇങ്ങനെ ഇച്ചിരി തെളിയിച്ച് അവർ എഴുതിയിട്ടുണ്ട്, ഇവിടെ 90 ആണ് കേട്ടോ, ഇവിടെ 0 ആണ്, ഇങ്ങനെ പോയി ഇവിടെ 180 ആണ് കേട്ടോ. അപ്പം ഇവിടെ ഇത്രയും ഭാഗത്ത് വരുന്ന, അതായത് 0, 10, 20, 30, 40, 50, 60, 70, 80, 90 ആണ്. ഇവിടെ വരെ ഇത്രയും വരത്തില്ലേ, ഇതിനെ നമ്മൾ, അതായത് 90-ൽ കുറവ് 89 വരെ വരും അല്ലേ. 0 മുതൽ 89 പോയിന്റ് സംതിങ്, 90-നകത്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഷർ ലെസ് ദാൻ 90 വരുന്നതിനെ എന്ത് പറയും നിങ്ങളെ, അക്യൂട്ട് അല്ലെങ്കിൽ ന്യൂനകോണെന്ന് പറയുന്നു. എന്താണ് അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ ന്യൂനകോണ്. ഇനി രണ്ടാമത്തതാണ് റൈറ്റ് ആംഗിള്. ആംഗിൾസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താണ്, മെഷർ എക്സാക്റ്റ്ലി എത്ര വരും, എക്സാക്ട്ലി 90 ഡിഗ്രിയാണ്, ഒരു മാറ്റവും ഇല്ല. നേരെ നമ്മുടെ ഇങ്ങനെ നേരെ ഇരിക്കുന്ന കണ്ടോ, ഇവിടെ ഇങ്ങനെ, ഇതിനെ നമ്മൾ എന്താ പറയുന്നത്, റൈറ്റ് ആംഗിൾ കേട്ടോ, അല്ലെങ്കിൽ മട്ടകോണെന്നൊക്കെ നമ്മൾ പറയും അല്ലേ, മട്ടകോണ്. ഇത് ന്യൂനകോണ്, ഇത് മട്ടകോണ് എന്ന് വെച്ചാൽ 90 ഡിഗ്രി കേട്ടോ. മെഷറിൻ എക്സാക്ട്ലി 90 ഡിഗ്രി. ഒരു മാർക്കിൻ്റെ ചോദ്യമായിരിക്കുമേ. അടുത്തത് ഒബ്റ്റ്യൂസ് ആംഗിൾ, OBTUSE ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ ബൃഹത് കോണെന്നൊക്കെ പറയും മലയാളത്തിൽ കേട്ടോ. ബൃഹത് കോണ് എന്ന് വെച്ചാൽ അതും മെഷർ ഗ്രേറ്റർ ദാൻ 90, 90യേക്കാൾ കൂടുതൽ, ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. പക്ഷേ എന്താ, ലെസ് ദാൻ 180, 180-ൽ കുറവുമായിരിക്കുമേ, 180 ഡിഗ്രിയിൽ കുറവുമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ പൊട്രാക്ടറിൽ അല്ലേ, പൊട്രാക്ടറിൽ ഇത് ഇവിടെ മുതൽ 0 ഇങ്ങനെ വരച്ച് ഇവിടെ 90 നമ്മൾ വരച്ചു. 90 കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ടില്ലേ പൊട്രാക്ടറിൻ്റെ, 90 കഴിഞ്ഞിട്ട് ഇങ്ങനെ വരത്തില്ലേ. അപ്പോൾ ഇവിടെ നേരെ ആകുമ്പോൾ എത്ര ആവും, അത് 180 ആവും. അപ്പോൾ ഈ 180-ക്കും 90-ക്കും ഇടയിൽ ഇവിടെ ഇത്ര ഇടം കേട്ടോ. മെഷർ ഗ്രേറ്റർ ദാൻ 90, 90-ൽ കൂടുതലുമാണ് പക്ഷേ 180-ൽ കുറവുമാണെങ്കിൽ അതിനെ ബൃഹത് കോൺ അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്നു കേട്ടോ. അടുത്തത് സ്ട്രെയിറ്റ് ആംഗിൾ. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, സ്ട്രെയിറ്റ് ആംഗിൾ അല്ലേ. എന്താ സ്ട്രെയിറ്റ് ആംഗിൾ, അതായത് അതിൻ്റെ മെഷർ മെഷർ എക്സാക്റ്റ്ലി എത്ര ആയിരിക്കും, എക്സാക്റ്റ്ലി 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രെയിറ്റ് ആംഗിൾ. അപ്പം ടൈപ്പ് ഓഫ് ആംഗിൾ ആണ് പഠിക്കുന്നത്. 90 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ അത് അക്യൂട്ട് ആംഗിൾ, 90 ഡിഗ്രി ആണെങ്കിൽ അത് റൈറ്റ് ആംഗിൾ, 90-നും 180-നും ഇടയിലാണെങ്കിൽ അത് ഒബ്റ്റ്യൂസ് ആംഗിൾ, 180 ഡിഗ്രി ഉള്ള എല്ലാ ആംഗിളുകളെയും നമ്മൾ സ്ട്രെയിറ്റ് ആംഗിൾ എന്നാണ് പറയുന്നത്. ക്ലൂ വെച്ച് അങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. 90 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ അത് അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ ന്യൂനകോണ്, 90 ഡിഗ്രി ഉള്ളതിനെ നമ്മൾ റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ മട്ടകോണ്, 90-നും അതായത് 90-ക്കും 180-ക്കും ബിറ്റ്വീൻ ഇടയിലാണെങ്കിൽ അതെന്താ ഒബ്റ്റ്യൂസ് അല്ലെങ്കിൽ ബൃഹത് കോണ്. സ്ട്രെയിറ്റ് ആംഗിൾ അതായത് 180 ഡിഗ്രി ഉള്ള ആംഗിളിനെ നമ്മൾ സ്ട്രെയിറ്റ് ആംഗിൾ എന്നും പറയുന്നു. ഇനി ഇത് മാത്രമല്ലോ നിങ്ങളെ, ഇനി ഇത് നോക്കിക്കേ, അഞ്ചാമത്തത് റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയും കേട്ടോ. റിഫ്ലക്സ് ഇതുവരെ കേൾക്കാത്തവരും വല്ലതും ഉണ്ടെങ്കിൽ റിഫ്ലക്സ് ആംഗിൾ ഉണ്ട് കേട്ടോ. എൻ്റെ ഈ റിഫ്ലക്സ് ആംഗിൾ നമ്മൾക്കിപ്പം പറഞ്ഞല്ലോ, ഇവിടെ വരെ ഒരു പൊട്രാക്ടർ വെച്ചിട്ട് 180 വന്നല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് തന്നെ വീണ്ടും ഇങ്ങനെ പോവാം കേട്ടോ. അപ്പോൾ എന്താ, 180-നേക്കാൾ കൂടുതൽ
റിഫ്ലക്സ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷർ ഗ്രേറ്റർ ദാൻ 180, 180 കൂടുതലും, ബട്ട് ലെസ് ദാൻ എത്ര 360. 180 കൂടുതലുമായിരിക്കാം, എന്നാൽ 360 കുറവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയും. ഓർത്ത് വെച്ചോണേ, ഈ 5 ആംഗിളും നല്ലതുപോലെ പഠിച്ചു വെച്ചിരിക്കണം. ആംഗിൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ 4ാം ക്ലാസ് മുതൽ ടെസ്റ്റിലുണ്ട്. മിക്കവാറും 4 ഇല്ലെങ്കിൽ 5 ഉറപ്പാണ് കേട്ടോ. ആംഗിൾ, ടൈപ്പ് ഓഫ് ആംഗിൾ, അതിൽ 90 ഡിഗ്രി കുറവാണെങ്കിൽ, 90 ഡിഗ്രി ലെസ് ദാൻ ആണെങ്കിൽ അക്യൂട്ട് ആംഗിളാണ്. 90 ഡിഗ്രി ഉള്ള ആംഗിളിനെ നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് പറയും. 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ, അതായത് 180 കുറവും 90 കൂടുതലുമാണെങ്കിൽ അത് ഒബ്റ്റ്യൂസ് ആംഗിൾ. പിന്നെ സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ 180 ഡിഗ്രി ഉള്ള ആംഗിളിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. റിഫ്ലക്സ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 180 കൂടുതൽ, 180 കൂടുതലും 360 കുറവുമാണെങ്കിൽ അതിനെ നമ്മൾ എന്താ? റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയുന്നു. ഓക്കെ ആണോ നിങ്ങളെ? ഇനി ആംഗിൾ ഉണ്ട് കേട്ടോ, റിഫ്ലക്സ് ആംഗിൾ. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇത്രയും ഓക്കെ. അടുത്ത ആംഗിൾ ആവുന്നില്ലേ? അഡ്ജസൻ്റ് ആംഗിൾ എന്ന് പറയും കേട്ടോ. ഇതൊരു വെറൈറ്റിയാണ്, അഡ്ജസൻ്റ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതാണ് അഡ്ജസൻ്റ് ആംഗിൾ. ഒന്ന് കേട്ടോണേ, നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുകയാണെങ്കിൽ. അതായത് നമ്മുടെ ആംഗിള് വിത്ത്, മുമ്പ് നമ്മൾ റേ ഒക്കെ പഠിച്ചില്ലേ? വിത്ത് എ കോമൺ സൈഡ്, കോമൺ ആയിട്ട് സൈഡ്, ആൻഡ് എ കോമൺ വെർട്ടക്സ്. അതായത് നമ്മളിപ്പോൾ ദാണ്ടെ, ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ആംഗിള് വരച്ചു, കണ്ടോ? ഇതൊരു ആംഗിളാണ് അല്ലേ? ഇതൊരു ആംഗിളാണ്. ഈ കോമൺ ആയിട്ട് വരുന്ന ദാണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മളൊരു ആംഗിളായി. ഇപ്പം ഞാൻ പറയുന്നത് ഒരു 30 ഡിഗ്രി ഉള്ള ഒരു ആംഗിളാണ്. അതായത് ഒരു റേ വരച്ചു അല്ലേ? അതിന് ആ കോമൺ സൈഡ് വെർട്ടക്സിൽ തന്നെ വെച്ചിട്ട് വീണ്ടും ഒരു റേയുടെ വരച്ചപ്പോൾ അവിടെ ഒരു ആംഗിളായി അല്ലേ? ഇനി ഈ കോമൺ ഇവിടെ വന്നില്ല, ഈ കോമൺ ഇതിനകത്തുനിന്നും ഞാൻ ഒരെണ്ണവും കൂടെ വരയ്ക്കുക. നോക്കിക്കേ, ഒരെണ്ണവും കൂടെ വരയ്ക്കുക. ഇതിൽ തന്നെ വെച്ചിട്ട് ഒരെണ്ണവും കൂടി ഇതാണ്ട് ഇങ്ങനെ വരയ്ക്കുക. മനസ്സിലായോ? അപ്പം നമ്മുടെ അതാണ്ട് ഇവിടെ ഒരു ആംഗിളൂടെ വന്നില്ലയോ? അപ്പം ഞാനിപ്പോൾ കണ്ട 1, 2 ആംഗിൾ കണ്ടോ? ഇവിടെ ഒരു ആംഗിളും വന്നു, ഇവിടെ ഒരു ആംഗിളും വന്നു. അപ്പം നമുക്കിങ്ങനെ പറയാം, ആംഗിൾ 1ഉം അതുപോലെ തന്നെ ആംഗിൾ 2ഉം എന്താ? ഇവിടെ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഇവിടുത്തെ ആരാണ്? അഡ്ജസൻ്റ് ആംഗിളാണ്. മനസ്സിലാക്കി പോണേ കേട്ടോ. ഒന്നുകൂടെ പറയണോ? ആംഗിൾ വിത്ത് എ കോമൺ സൈഡ്. നോക്കിയേ, കോമൺ സൈഡ് ആൻഡ് കോമൺ വെർട്ടക്സ്. ഇവിടെ ഒക്കെ ഒറ്റ വെർട്ടക്സിലായി ഇത് പോകും. കോമൺ ആയിട്ട് ഒരു വെർട്ടക്സേ ഉള്ളൂ. അതിൽ നിന്നാണ് നോക്കിയേ 2 ആംഗിൾ വന്നേക്കുന്നത്. മനസ്സിലായോ? അടുത്തടുത്ത ആംഗിൾ ഇല്ലേ? അഡ്ജസൻ്റ് ആംഗിൾ കേട്ടോ. അഡ്ജസൻ്റ് ആംഗിൾ മനസ്സിലായോ? ഇനിയുണ്ടോ നിങ്ങളെ കോമൺ നല്ല കോംപ്ലിമെൻ്ററി ആംഗിൾ ഉണ്ട് കേട്ടോ. എന്താണ് ഈ കോംപ്ലിമെൻ്ററിയും സപ്ലിമെൻ്ററി ഒക്കെ അറിയാമോ നിങ്ങൾക്ക്? കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആംഗിള് ഹൂസ് മെഷേഴ്സ് ആഡ് ചെയ്യുമ്പം 290 ഡിഗ്രി വരണം. ഹലോ, മനസ്സിലായോ? അതായത് ഇതാണ്ടേ, ഇതൊരു റൈറ്റ് ആംഗിൾ അല്ലേ? ഇല്ലയോ? ഇതൊരു റൈറ്റ് ആംഗിൾ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഈ റൈറ്റ് ആംഗിൾ ആണോ അല്ലയോ എന്നുള്ളതല്ല, ഈ 2 ഞാൻ ഇവിടുന്ന് കണ്ട ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കുക. മനസ്സിലായോ? ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ, ഇതുകൂടെ കൂട്ടുമ്പോൾ എനിക്ക് എത്ര വരണം? 90 ഡിഗ്രി. അടുത്തടുത്ത ഈ 2 ആംഗിളുകൾ തങ്ങളിൽ കൂട്ടുമ്പോൾ എനിക്ക് എത്ര വരണം? 90 ഡിഗ്രി വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറയും. എന്താ നിങ്ങളെ? അതായത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി കോംപ്ലിമെൻ്ററിയുടെ CO ഇല്ലേ? അപ്പം നിങ്ങൾ അതങ്ങ് 90 ആക്കിയാൽ മതി. 90 ഡിഗ്രി ഉള്ള രണ്ടുകൂടെ കൂട്ടുമ്പോൾ 90 ഡിഗ്രി വരുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? കോംപ്ലിമെൻ്ററി ആംഗിൾ എന്നാണ് പറയുന്നത്. അല്ല, മനസ്സിലാവുന്നുണ്ടോ? ഒത്തിരി ആംഗിളായോ? അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ചാൽ 90 ഡിഗ്രി ഉള്ളതാണ് അല്ലേ? അതൊക്കെ നമ്മൾ ഒത്തിരി പറഞ്ഞതാണ്, മനസ്സിലായി കാണും. ഇനി ഇപ്പോൾ പറഞ്ഞ അഡ്ജസൻ്റ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയോ നിങ്ങളിവിടെ ഞാനൊരു ആംഗിൾ വരച്ചിട്ട് അതിനോട് ചേർന്ന് കണ്ടോ
വേറൊരു ആംഗിളും കൂടെ വരച്ചു അല്ലേ. നോക്കിയേ, ഇങ്ങനെ വരയ്ക്കുന്നത്, ഇങ്ങനെയുള്ളതിനെ നിങ്ങളിപ്പോൾ ഇത്ര അറിഞ്ഞാൽ മതി അഡ്ജസൻ്റ് ആംഗിൾ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തടുത്ത ആംഗിൾ കേട്ടോ. അടുത്ത കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അടുത്തടുത്ത രണ്ട് ആംഗിളുകൾ തങ്ങളിൽ കൂട്ടുമ്പോൾ, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം? 90 ഡിഗ്രി ആണെങ്കിൽ അത് കോംപ്ലിമെൻ്ററി ആംഗിളാണ്. മനസ്സിലായോ? രണ്ടും കൂടെ കൂട്ടുമ്പോൾ 90 ആണെങ്കിൽ അതെന്താ? കോംപ്ലിമെൻ്ററി ആംഗിളാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത എന്താണെന്നറിയോ? സപ്ലിമെൻ്ററി, SUPP, സപ്ലിമെൻ്ററി ആംഗിൾ. സപ്ലിമെൻ്ററിയുടെ നമ്മുടെ ആദ്യം എസ് അല്ലേ, മുമ്പൻ കോംപ്ലിമെൻ്ററിയുടെ ഞാൻ പറഞ്ഞു CO അല്ലേ, CO കോംപ്ലിമെൻ്ററിയുടെ. അപ്പം നമ്മൾ 90 ഡിഗ്രി രണ്ടുകൂടെ കൂട്ടുമ്പോൾ 90 ഡിഗ്രി. അപ്പം സപ്ലിമെൻ്ററി ആകുമ്പോൾ എന്താണെന്നറിയോ? സപ്ലിമെൻ്ററി ഇതാണ്ട് 180 കേട്ടോ. ഒരു ക്ലൂ പറഞ്ഞതാണ്. സപ്ലിമെൻ്ററിയുടെ 180. രണ്ട് ആംഗിളുകൾ തങ്ങളിൽ കൂട്ടുമ്പോൾ, ഇവിടെ നോക്കിയാൽ ഇതൊരു ആംഗിളാണ്. ഇപ്പം ഞാൻ ഇവിടെ ഇത് എത്ര, ഇതിപ്പം ഞാൻ പറയാം 60 ഉണ്ട്. അപ്പം ഇത് എത്ര ആയിരിക്കും? 120. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ എത്ര ആയി? 180 ആയില്ലേ. അപ്പോൾ ഇതെന്താണ്? ഇതൊരു സപ്ലിമെൻ്ററി ആംഗിളാണ്. അപ്പോൾ പിടികിട്ടിയോ? സപ്ലിമെൻ്ററിയും കോംപ്ലിമെൻ്ററിയും മനസ്സിലായോ? ഇനി ഒരു ആംഗിൾ ഉണ്ടോ നിങ്ങളെ? വെർട്ടെക്സ് കേട്ടോ. വെർട്ടെക്സ് എന്ന് കേട്ടാൽ വെർട്ടെക്സ് അല്ല, വെർട്ടിക്കൽ. വെർട്ടെക്സ് എന്ന് വെച്ചാൽ അതിൻ്റെ കോർണറിന് പറയുന്നത് വെർട്ടിക്കൽ. വെർട്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വരയ്ക്കത്തില്ലേ? അപ്പോൾ ഇവിടെയും ഇവിടെയും ഒരേപോലെ ആയിരിക്കണം. മനസ്സിലായോ? എന്നിട്ട് ഇവിടെയും ഒരേപോലെയാണ്. ഇതിനെ നമ്മൾ വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആംഗിൾ ഈ മാത്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചങ്ങലയായിട്ട് കിടക്കാം നിങ്ങൾ, ഇതിനൊരു അന്ത്യമില്ല. ഇപ്പോൾ നമ്മൾ പറയാം, ഇപ്പോൾ വെർട്ടിക്കൽ ആംഗിളിനെ കുറിച്ച് ഇഷ്ടം പോലെ ഓരോന്നിനെ കുറിച്ച് പറഞ്ഞാലും ഒരുപാട് പറയാനുണ്ട്. നമ്മൾ അതിനെ ചുരുക്കിയാണ് ഈ പറഞ്ഞത് മൊത്തം. മനസ്സിലായോ? ഓരോ ആംഗിളുകളെ കുറിച്ചും നമ്മൾ ചുരുക്കിയാണ് പറയുന്നത്. ക്ലൂ മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഏതൊരു കണക്ക് വരുമ്പോഴും ഇപ്പം നിങ്ങളോട് ചോദിക്കുക 30 ഡിഗ്രിയും പിന്നെ എന്താ 60 ഡിഗ്രി, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഇത് ഏത് ആംഗിളിൽ വരുമെന്ന് ചുമ്മാ ഞാൻ ചോദിക്കും. ഇത് രണ്ടും കൂടെ ഉള്ള പിന്നെ ആംഗിൾ ഏതായിരിക്കും? ഓക്കെ, 60ഉം 30ഉം എത്ര? 90 ഡിഗ്രി വരുന്ന ഏതാ? കോംപ്ലിമെൻ്ററി അല്ലേ? മനസ്സിലായോ? നിങ്ങൾ അടുത്ത 80 ഡിഗ്രിയും 100 ഡിഗ്രിയും ഉള്ള ആംഗിളുകൾ അല്ലേ, രണ്ടും കൂടെ ചേർന്ന എന്താ? 180 ഡിഗ്രി. എന്താ? സപ്ലിമെൻ്ററി ആംഗിൾ കേട്ടോ. സപ്ലിമെൻ്ററി ആംഗിൾ. അപ്പോൾ ഇതിങ്ങനെയുള്ള ക്ലൂ വെച്ച് നിങ്ങൾ പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. വലിച്ചു വാരി ഞാൻ നോട്ട് തരുന്നില്ല. നിങ്ങളെ വെക്കേഷനാണ്, നിങ്ങൾക്ക് കളിക്കേണ്ട സമയമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക? ഞാൻ ഈ പഠിച്ച മാത്സിൻ്റെ ആംഗിളുകളുടെ ബേസ് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഞാനിപ്പോൾ ഒരു 6 ക്ലാസ് ഇട്ടിട്ടുണ്ട്. ആരും ഹോംവർക്ക് ചെയ്തിട്ട് ഇടുന്നില്ല കേട്ടോ. ഒരു കുട്ടി പോലും ഇടുന്നില്ല. നിങ്ങൾ ആ ഹോംവർക്ക് അന്നെന്നുള്ളത് ചെയ്തിടുക കേട്ടോ. അപ്പോൾ വൃത്തിയായിട്ട് എഴുതിയെടുത്ത് മനസ്സിലാക്കുക നിങ്ങളെ കേട്ടോ. ഓക്കെ, താങ്ക് യു.